ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അച്ചാറൊക്കെ ഇടാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും പാചകമൊക്കെ പഠിച്ചു വരുന്നവർക്ക് പ്രയോജനം ചെയ്യും. പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാർ. ഇതിനു വേണ്ടി 1/2 കിലോ നാരങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നാരങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് ഒരു സ്റ്റീമറിനകത്ത് വെച്ച് കുറച്ചൊന്ന് ആവി കയറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് വരുമ്പം ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് കല്ലുപ്പും ചേർത്ത് ഇളക്കി അതങ്ങ് മാറ്റി വെച്ചു. ഇനി അച്ചാർ തയ്യാറാക്കാം. അതിനു വേണ്ടി ചീനിച്ചട്ടി ഗ്യാസിലേക്ക് വെച്ചു. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു പിടി വെളുത്തുള്ളിയും ഒരു പച്ചമുളക് 4ആയിട്ട് കീറിയത് അതും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മുരിയിച്ചെടുക്കണം. തീ കുറച്ചിട്ടിട്ട് വേണേ ഇത് മുരിയിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തീ കയറി ഇത് കരിഞ്ഞു പോകും. പച്ചമുളകും കറിവേപ്പിലിൻ്റെ ഇടയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി അതൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ടി വരുമ്പം അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായവും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു മണം വരുവേ. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ചേർത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഈ എണ്ണയിൽ തന്നെ ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിക്കണം. കരിഞ്ഞു പോവാതെ നോക്കണം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടിട്ട് വേണം പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തീ കയറി കരിഞ്ഞു പോകും. അപ്പോൾ ഈ പൊടികളെല്ലാം ഇപ്പോൾ നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. കുറച്ച് വിനാഗിരിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം വിനാഗിരി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചൂടുവെള്ളം ചേർത്താലും മതി. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഈ അരപ്പൊന്ന് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വിനാഗിരി ചേർത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് അരപ്പൊന്ന് കുറുകി വരുമ്പം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിനകത്ത് നാരങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചപ്പം കല്ലുപ്പ് ചേർത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് അരപ്പിൽ പ്രത്യേകിച്ച് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇതെല്ലാം ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കുക. നാരങ്ങയ്ക്ക് കുറച്ച് ഉപ്പ് കൂടുതൽ ചേർക്കണം. കാരണം ഇതിരിക്കും തോറും പുളിയും കൂടെ ഇറങ്ങുമ്പം നമ്മൾ പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതലിടണം. അപ്പം 2 ദിവസം ആകുമ്പോഴത്തേക്കും അത് ഉപ്പും പുളിയും എല്ലാം കൂടെ നല്ല ബാലൻസ് ആയിട്ട് ഇരിക്കും. അച്ചാർ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെയാണോ ഇടുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓണമൊക്കെ അല്ലേ വരുന്നത്, എല്ലാവരും ഒന്ന് ഇട്ട് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.